എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ. നമുക്കാദ്യമായി ഇന്ന് ബുധനാഴ്ചയാണ്. 1201 ആണ്ട് കുംഭമാസം 27-ാം തീയതിയാണ്. 11/3/2026. ഇന്ന് ശ്രീകൃഷ്ണസ്വാമിക്കും അല്ലെങ്കിൽ അവതാര വിഷ്ണു ശ്രീരാമനുമൊക്കെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ വളരെ അനുകൂലമായിരിക്കും. ഏത് വിശ്വാസം വെച്ച് പുലർത്തുന്നുവോ ആ വിശ്വാസ രീതിയിൽ പ്രാർത്ഥനയിൽ മുഴുകുക. നമ്മുടെ ഇന്നത്തെ ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മേടക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ ആദ്യമേ പരിശോധിക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാരീരികമായ അസുഖങ്ങൾക്കൊക്കെ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ സാമ്പത്തികമായ പിരിമുറുക്കം തലേനാൾ ഉള്ളതുപോലെ തന്നെ പിന്തുടരുന്നതാണ്. അമിതമായ ചിലവുകൾക്ക് സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില അറ്റകുറ്റപ്പണികളോ റിപ്പയറുകളോ അല്ലെങ്കിൽ ചോർച്ച, പ്ലംബിംഗ് ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ പൈപ്പുകളുടെയൊക്കെ പൊട്ടൽ ഇതൊക്കെ മൂലം പെട്ടെന്നൊരു ചിലവ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളെക്കുറിച്ചോർത്ത് വിഷമം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുട്ടികളുടെ ധിക്കാരപരമായ പ്രവർത്തികൾ മനസ്സിനെ വേദനിപ്പിച്ചേക്കാം. അതുപോലെ വാഹനത്തിൽ നിന്ന് അപകടം ഉണ്ടാകുവാനും വാഹനത്തിന് റിപ്പയർ ഉണ്ടാകുവാനും ഗൃഹോപകരണങ്ങൾ തകരാറിലാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. കൂടാതെ അത് വലിയ ഒരു വിദൂര ഭാവിയിലേക്ക് പോലും ഗുണപ്രദമായ ചില മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ തീരുമാനങ്ങളോ ഒക്കെ ഉടലെടുക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും വിവാഹത്തിൽ തീരുമാനം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ കിട്ടുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രൊമോഷനുകൾ, അപ്രിസിയേഷനുകൾ, സാലറി ഹൈക്ക് ഒക്കെ കിട്ടുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ദൂരദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായി മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ വൈകുന്നത് മൂലം ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു തീർച്ച ഉണ്ടാകുവാനും തീരുമാനമെടുക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുസ്തകം പ്രകാശനം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ എഴുത്തുകാർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് ചില നല്ല കാര്യങ്ങൾ വരുന്നത് കണ്ട് സന്തോഷിക്കുവാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ സഹകരണം മൂലം പല കാര്യങ്ങളും നിവർത്തിക്കുവാനും സാധ്യതയുള്ള ദിവസമായിരിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ സൽക്കാരങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്തുനിന്ന് ആശ്വാസകരമായ വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതേപോലെ ദൂരയാത്രയ്ക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. പ്രൊമോഷനുകൾ വിദൂരത്തേക്ക് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇവിടെ തന്നെ ലഭിക്കുമെന്ന ആശ്വാസത്തിന് വഴിയൊരുങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കേസ്, വഴക്ക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. കുടുംബപരമായ സ്വത്ത് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നേക്കാം. അടുത്തായി നമുക്ക് കർക്കിടകൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ധനനഷ്ടത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഷെയറിൽ നിക്ഷേപിക്കാനോ ഒന്നും തന്നെ അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. ഏറ്റവും അധികം നഷ്ടം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സുഹൃത്തുക്കൾ പിണങ്ങിപ്പോകുവാനോ അകന്നു പോകുവാനോ ഒക്കെ സാധ്യതയുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില നിയമവിലക്കുകൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിയമപരമായ പല നടപടികളും നേരിടാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട്. അതേപോലെ ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിക്കുവാനും സാധ്യത കാണുന്നു.
അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല സന്തോഷകരമായ പല അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. കയറ്റുമതി, ഇറക്കുമതി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുമെങ്കിലും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ടോ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടോ രണ്ട് വിഭാഗക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രണ്ട് വിഭാഗക്കാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. അതുപോലെ ലോഹനിർമ്മിതമായ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർക്ക് നഷ്ടമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ചില പ്രതികാര നടപടി പോലെയുള്ള അനുഭവങ്ങൾ അനുഭവിക്കുവാനും മനപ്രയാസം ഉണ്ടാകാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ശത്രുക്കൾക്ക് ഇന്ന് നമ്മെ ആക്രമിക്കുവാനും അല്ലെങ്കിൽ നമ്മളെ നിർവീര്യപ്പെടുത്തുവാനും ആത്മധൈര്യം കെടുത്തുവാനുമൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് സാമൂഹ്യപരമായ ഇടപെടലുകൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇന്നത്തെ ദിവസം മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും. എന്നാൽ കേസ്, വഴക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക്, നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം നല്ല ഒരു ദിവസമായിരിക്കും. അതുപോലെ വിശ്രമജീവിതം അനുഭവിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂല ദിവസമായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായിരിക്കും. കുറേ നാളുകളായി ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു പരിധിവരെ അറുതി ലഭിക്കുന്ന ദിവസമാണ്. എങ്കിൽ കൂടിയും അപകട സാധ്യത ഒഴിവാക്കാനാവുകയില്ല. കഴുത്ത് വേദന, നടുവേദന, മുട്ടുവേദന തുടങ്ങിയ അസുഖങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. വീഴ്ചയ്ക്കും നടുവിന് ക്ഷതമേക്കാനും വരെ സാധ്യതയുള്ള ദിവസമായിരിക്കും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. വാഹനത്തിൽ എല്ലാ വിധത്തിലുള്ള നിയമങ്ങളും പാലിച്ച് വേണം നമ്മൾ പോകുവാൻ. ബെൽറ്റ് ഇടുക, ഹെൽമറ്റ് വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനാപകടത്തിന് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരും വിധം ഒരു സഹായഹസ്തം നീണ്ടുവരുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ലാഭമുണ്ടാകുന്നതൊക്കെ ആയ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രതീക്ഷയ്ക്കൊത്ത് വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുന്ന ദിവസമാണ്. അല്ലെങ്കിൽ വിവാഹം, മംഗളകർമ്മങ്ങൾ ഒക്കെയായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർക്കൊക്കെ പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും ഒക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. ഏറ്റവും അനുയോജ്യമായ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുവാനും ഇന്നത്തെ ദിവസം നിങ്ങളെ അനുകൂലിക്കുന്നതാണ്. എന്നാൽ കേസ്, വഴക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വരാം. അപ്രതീക്ഷിതമായി കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ചില വീഴ്ചകളോ നിയമപരമായ പ്രശ്നങ്ങളോ വരുന്നത് മൂലം മനക്ലേശം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ഗ്രഹോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഗ്രഹജോലികൾ ചെയ്യുന്നവർക്കും മണ്ണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അത്ര തന്നെ അനുകൂലമായിരിക്കില്ല. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാവുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുകയും അതിൽ നിന്ന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ദിവസം, അതായത് റിയാക്ഷനുകൾ, അലർജികൾ ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് കഴിവതും ഇന്നത്തെ ദിവസം ഏതെങ്കിലും രീതിയിലുള്ള പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം. പെട്ടെന്നുണ്ടാകുന്ന ചില അസുഖങ്ങൾ മൂലം അസ്വസ്ഥരാകാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ മുടങ്ങുവാൻ സാധ്യതയുണ്ട്. വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഭംഗം വരുവാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇത്. പങ്കാളിയുടെ പ്രൊമോഷനുകളും ഒക്കെ കണ്ട് അഭിമാനിക്കാൻ തക്കതായ സാഹചര്യം വന്നു ചേരുന്ന ദിവസമാണ്. രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും മുൻപോട്ട് പോകുവാനുള്ള പ്രചോദനം ലഭിക്കുന്ന ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. അതുപോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്.
സാമ്പത്തികമായി അപ്രതീക്ഷിതമായി ഒരു വരുമാനം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഇത്രയും നാളും ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്കും ശാരീരിക ക്ലേശങ്ങൾക്കുമൊക്കെ ഒരു സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. ഇന്നത്തെ ദിവസം ആശുപത്രി സന്ദർശനത്തിന് അത്ര നല്ലതായിരിക്കില്ല. പൊതുവിൽ ബുധനും ശനിയും ചികിത്സ ആരംഭിക്കാൻ നല്ല ദിവസമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ തിരക്കേറിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. ജോലിഭാരം കൊണ്ട് ചില അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ആരോപണങ്ങൾക്ക് വിധേയരാകുവാനും സാധ്യത കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണ, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചില അപ്രതീക്ഷിതമായ ഭാഗ്യം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. വസ്ത്രം അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ തുടങ്ങിയ സാധനങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന വലിയ മെച്ചപ്പെട്ട മാറ്റങ്ങൾ വളരെയധികം സന്തോഷം തരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് വളരെയധികം സന്തോഷം തരുന്നതായ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ കൂട്ടായ്മകളോ ഒക്കെ ഉണ്ടാകുന്നതാണ്. കൂടാതെ മുതിർന്ന ആളുകളുമായി ബന്ധപ്പെട്ട് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും മനസ്സിന് ആശ്വാസകരമായ ചില കാര്യങ്ങൾ എടുക്കാനും, വസ്തു വീതം വയ്ക്കൽ അല്ലെങ്കിൽ മക്കൾക്ക് വീതിച്ചു കൊടുക്കൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില ധനാഗമനവും അല്ലെങ്കിൽ പുതിയൊരു സംരംഭത്തിൻ്റെ തുടക്കം കുറിക്കുവാനുള്ള ഒരു ആഹ്വാനവും ഒക്കെ ലഭിക്കുന്ന ദിവസമാണ്. അഭിനേത്രികൾക്ക് അല്ലെങ്കിൽ നർത്തകികൾക്കൊക്കെ പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ട ദിവസമായി കാണുന്നു. ആരോഗ്യകരമായ ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൃഹത്തിൽ കുടുംബാംഗങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ മൂലം ധനച്ചെലവിന് സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സം നേരിടുന്ന ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടി ലഭിക്കുന്ന ദിവസമായിരിക്കും. വളരെയധികം നിരാശ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. അതുകൂടാതെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനസഹായമോ അല്ലെങ്കിൽ അവസരങ്ങളോ തേടി വരുന്ന ഒരു ദിവസമായിരിക്കും. അഭിനയിക്കുന്നവർക്ക്, അഭിനേത്രികൾക്ക് അല്ലെങ്കിൽ അഭിനേതാക്കൾക്ക് ഒക്കെ ഇന്നത്തെ ദിവസം അവസരങ്ങൾ തേടി വരുന്ന ദിവസമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ പല അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്ന്, മേലധികാരികളിൽ നിന്നൊക്കെ വളരെയധികം അംഗീകാരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിഭാരം കൂടുവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ നല്ല സംരംഭങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ, പുതിയ പ്രോജക്റ്റുകളൊക്കെ തേടി വരുന്ന ഒരു ദിവസവുമാണ്. എന്നാൽ ആശ്വാസകരമായ പല അഭിനന്ദനങ്ങൾക്കും അല്ലെങ്കിൽ ശമ്പള വർധനവിനും ഒക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് വളരെ സന്തോഷകരമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗൃഹത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൃഹത്തിൻ്റെ മോടി പിടിപ്പിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനോ ഒക്കെ ചിലവ് വർദ്ധിക്കുന്ന ദിവസമായിരിക്കും. സ്പൗസുമായിട്ട് അല്ലെങ്കിൽ പങ്കാളിയുമായി ചില തർക്കത്തിൽ ഏർപ്പെടുവാനും കലഹം മൂർച്ഛിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദിവസം ആത്മസംയമനം പാലിക്കുക. എല്ലാവർക്കും ഈശ്വരൻ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും കൂടി ഈശ്വരൻ സഹകരിച്ച എല്ലാ കാര്യങ്ങളും നന്നായി ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ നമസ്കാരം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.